ഹലോ ഗൈസ്, മൗനയുടെ അകത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രൂപ നമ്മുടെ താരേനെയും കല്യാണിനെയും സേസിനൊക്കെ ഡോർ തുറന്ന് കൊടുക്കുവാണ് കേട്ടോ. അവരകത്ത് വീട്ടിൽ വരുവാണ്. എന്നിട്ട് നമ്മുടെ രൂപ താരേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞപ്പോഴാണല്ലോ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണി നമ്മുടെ താരേനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ, സരയു കിടക്കുന്ന മുറിയിലോട്ട്. ആ സമയത്ത് നമ്മുടെ CS-നോട് രൂപ പറയുന്നുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് മയങ്ങി കിടക്കാനുള്ളൊരു മരുന്നാണ് കൊടുത്തേക്കുന്നത്, കുഞ്ഞിനൊന്നും കുഴപ്പം വരുത്തരുതല്ലോ എന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്ന സരയു നല്ല ഉറക്കമാണ് കേട്ടോ. നമ്മുടെ കല്യാണിയോട് കുറേ നന്ദിയൊക്കെ പറഞ്ഞിട്ട് താര ചെന്ന് സരയുവിൻ്റെ അടുത്തിരിക്കുകയാണ്. പയ്യെ അവളെ തലോടി അവളുടെ കൂടെ കിടന്നുറങ്ങുവാണ് കേട്ടോ. എന്നിട്ട് താഴെ നമ്മുടെ കല്യാണി ചെല്ലുമ്പോഴത്തേക്കും CS-ഉം രൂപയും പറയുന്നുണ്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പം കല്യാണി പറയുന്നുണ്ട്, അത് പറയേണ്ട കാഴ്ചയല്ല, അതൊന്ന് കണ്ടറിയേണ്ട കാഴ്ച, നിങ്ങൾ വാന്ന് പറഞ്ഞ് അവനോട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. മുകളിൽ ചെന്ന് മുറി നോക്കുമ്പോഴത്തേക്കും സരയുവിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ താര കിടക്കുവാണ് കേട്ടോ. എല്ലാവർക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും പരസ്പരം ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആവുകയാണ്. പിറ്റേ ദിവസം നേരം വെളുക്കുന്ന സമയത്ത് നമ്മുടെ സരയു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുവാണ്. ആ സമയത്ത് താര അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ സരയു ഒരു വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് കണ്ണാടി നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രൂപ അങ്ങ് കയറി വരുമ്പോഴത്തേക്കും രൂപയുടെ വയ്ക്കും, ആൻറ്റിക്ക് ഞാൻ പഴയ സരയുമോളായിട്ട് തോന്നിയല്ലേ, അതല്ലേ ഉറക്കത്തിൽ എൻ്റെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രൂപ അപ്പോഴാണ് കേട്ടോ അത് കാണുന്നത്. കാരണം അത് താരയാണ് ചെയ്തിട്ട് പോയത്. രൂപ എന്നിട്ട് അതെ 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 മോളെ എന്നൊക്കെ പറഞ്ഞ് പയ്യെ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ സരയു രൂപയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. ആ സമയത്ത് നമ്മുടെ രൂപ പറയുവാണ്, മോളെ താഴെ ആ CS വന്നിട്ടുണ്ട്, ഇന്നിവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, ഓ ഞാൻ പോവാം ആൻറ്റി, എങ്കിൽ ഇനി അയാളുടെ മുമ്പിൽ കൂടെ പോകണമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സരയു പയ്യെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും CS അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് CS ചോദിക്കുന്നുണ്ട്, ഇതെപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സരയുവിനെ കുത്തുവാണ് കേട്ടോ. അതേ സമയത്ത് സരയുവിനും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആ താരോട് ചെയ്തൊന്നും ശരിയായില്ല, നിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സരയുവിന് ദേഷ്യം വന്നിട്ട് സരയു പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അമ്മയൊന്നുമല്ല, അത് നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ്, അത് എൻ്റെ അച്ഛൻ്റെ തലയിൽ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സരയു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രൂപ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണോ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും CS പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നീ ഇപ്പോൾ ആക്റ്റീവ് ആണെന്നല്ലേ എല്ലാവരും ഓർത്തേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരും അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ നമ്മുടെ സോണിയും കല്യാണിയും കൂടെ പ്രാർത്ഥിക്കാൻ വരുവാണ് കേട്ടോ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കുറച്ച് ദിവസമായിട്ട് പ്രകാശനെയും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ചൊരു മഞ്ഞ കാറിൽ വന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് അറിഞ്ഞുകൊണ്ട് എന്ന് നമ്മുടെ കല്യാണിക്കിട്ടൊരു തട്ട് കൊടുക്കുവാണ് കേട്ടോ. കല്യാണിയുടെ കയ്യിലിരിക്കുന്ന പൂവും പ്രസാദമൊക്കെ താഴെ വീഴുവാണ്. എന്നിട്ട് ആ പെങ്കൊച്ചു, അയ്യോ സോറി, ഞാൻ അറിയാണ്ട് ചെയ്തോ എന്ന് പറഞ്ഞ് എല്ലാം പെറുക്കി എടുത്തു കൊടുത്തിട്ട് പിന്നെ സോറിയൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് കല്യാണം എങ്ങ് പോകുമ്പോൾ പുള്ളിക്കാരി ചെറുതായിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ കാണേണ്ട 2 ആൾക്കാരെ ഞാൻ ഓൾറെഡി കണ്ടു, ഇനിയും ഉണ്ട് ആൾക്കാർ, പക്ഷേ അവരെ എപ്പോൾ കാണും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു പുള്ളിക്കാരി അവിടുന്ന് പോവുകയാണ് കേട്ടോ ബാലണ്ണൻ്റെ വർക്ക്ഷോപ്പിലോട്ട്. അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് ബാലണ്ണനോട് ചോദിക്കും, എന്തായി ഡ്രൈവറിൻ്റെ കാര്യം എന്ന് പറയുമ്പം ബാലണ്ണൻ പ്രകാശിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല മോളെ, അവനൊരു മെക്കാനിക്കും കൂടി ആവുകൊണ്ട് വണ്ടി ആയാലും വഴി കിടക്കുകയില്ല എന്ന് പറയുമ്പം ഈ പെങ്കൊച്ച് പറയുന്നുണ്ട്, അതേതായാലും നന്നായി, എനിക്ക് വിശ്വസ്തനായ ഒരാളെ വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും ബാലണ്ണൻ മനസ്സിൽ പറയുകയാണ്, എന്താവോ എന്തോ എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ തൽക്കാലം നിന്ന് പഴയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ ജോലി ആവട്ടെ എന്നേ ഞാൻ ഓർക്കുന്നുള്ളൂ എൻ്റെ ദൈവമേ എന്ന് ബാലണ്ണൻ മനസ്സിൽ പറയുവാണ് കേട്ടോ. എന്നിട്ട് ബാലണ്ണൻ പിന്നെയും പറയണം, വണ്ടി ഏതായാലും വഴി കിടക്കുകയില്ല, പിന്നെ ആൾക്കൊരു അറ്റാക്ക് വന്നാൽ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവാണേ. അപ്പോഴത്തേക്കും ഇനി അവൻ വഴി കിടക്കുമോയെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ പെങ്കൊച്ച് പറയുവാണ്, അതൊന്നുമില്ല, ഇപ്പോഴത്തെ കാലത്ത് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ അസുഖമൊന്നുമല്ല, ഒരു കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ കിടന്ന് ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ബാലണ്ണൻ ചോദിക്കുവാണ്, ശമ്പളം എത്രയാണെന്ന് ചോദിച്ചായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെങ്കൊച്ച് പറയുവാണ്, അയാൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കൊടുക്കും, അതിലൊന്നും കുഴപ്പമില്ല, എൻ്റെ ഈ കാർഡ് കൊടുത്തിട്ട് അയാളെ എന്നെ ഒന്ന് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞ് ആ കാർഡ് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ബാലണ്ണൻ ഓക്കെ മോളെ ശരി എന്ന് പറയുമ്പോഴത്തേക്കും ബാലണ്ണൻ മനസ്സിൽ ചിന്തിക്കും, ഈ കൊച്ചിൻ്റെ അവസ്ഥ ഇനി എന്താവോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇവൾ വണ്ടിയെ കയറിയിട്ട് ഗ്ലാസ് താത്തിയിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ എന്തോ സാധിച്ച ഒരു രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.